ഹലോ ഗെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാൻ പോവാണ് കേട്ടോ. ഓർമ്മ ദിവസം എന്ന് പറയുമ്പം നമ്മളിവിടെ തിരുവനന്തപുരം കൊല്ലത്തൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആണ്ട് നടത്തുക എന്ന് പറയാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, അതായത് എനിക്കൊരു അപ്പച്ചിയുള്ളൂ. ആ അപ്പച്ചിയുടെ അമ്മായിയമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായി. അപ്പം അവിടത്തേക്ക് നമ്മൾ പോവുകയാണ്. ഞാനും അമ്മയും അനിയത്തിയും ആയിട്ടാണ് പോകുന്നത്. നമ്മൾ വിജയമാമൻ്റെ ഹോട്ടലിലാണ് കേട്ടോ. വിജയമാമൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പുള്ളി ഡോട്ടയിലാണ് നമ്മൾ മിക്കവാറും പോകാറ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇങ്ങോട്ട് പോയി. അവിടെ ചെന്നു. ഋഷിക്കൂട്ടം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടുന്ന് പിന്നെ ചോറൊക്കെ കൊടുത്തു തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫും ചേച്ചിയുടെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അപ്പച്ചി, എൻ്റെ ഒരേ ഒരു അപ്പച്ചി കേട്ടോ. അപ്പം അപ്പച്ചിയുടെ അമ്മായിയമ്മയാണ്. അപ്പം ഞാനും അങ്ങനെ എങ്ങും പോകാത്തതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസൊക്കെ പോകുമ്പോഴാണ് എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും കണ്ടു. ഇതാണ് അമ്മയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫുഡ് ആദ്യം അമ്മയ്ക്ക് കൊടുക്കും. എന്നാൽ അതിന് ശേഷമാണ് പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കല്യാണ രീതിയിൽ സദ്യ പോലെ തന്നെയാണ് ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന ആ ഒരു ദിവസം നോക്കിയിട്ട് ഒരുപാട് പേര് കാണും. നമ്മുടെ ബന്ധുക്കളും അയൽത്തുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണും. യൂഷ്വലി നല്ല സദ്യകളാണ്. പിന്നെ എനിക്കും ബേസിക്കലി സദ്യയാണ് ഇഷ്ടം. കാരണം ബിരിയാണിയൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലോ. സദ്യ പക്ഷെ നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ അമ്മയുണ്ടായിരുന്നു. അമ്മയുള്ളതുകൊണ്ട് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേൽപ്പിച്ചിട്ട് പിന്നെ ഞാനും അനിയത്തിയും കൂടെ കഴിച്ചു. അതിനുശേഷം പിന്നെ അമ്മ കഴിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യമുണ്ട്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ ടോപ്പായിരിക്കുമല്ലോ ഇട്ടേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ആണല്ലോ. ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുക കാണുന്നവരെ അത് തന്നെ ആയിരിക്കും ഇടുന്നത്. ഞാനും ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. അപ്പം അൺഫോർച്യുനേറ്റ്ലി വീഡിയോസ് എടുക്കുമ്പോൾ മിക്കവാറും ഞാൻ ഈ ടോപ്പായിരിക്കും ഇടുന്നത്. അത് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ ഇതേ കറികളെല്ലാം വന്നു. നമ്മൾ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ ഓരോ റിലേറ്റീവ്സിനെയും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോസിൽ വരാൻ താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സുമാണ്. അപ്പോൾ അവരെയൊക്കെ വീഡിയോ കൊണ്ടുവരണമല്ലോ. എൻ്റെ അപ്പച്ചിയുടെ മക്കളുണ്ടായിരുന്നു, ചേട്ടന്മാരുണ്ടായിരുന്നു. ഇതും അവിടുത്തെ അപ്പച്ചിയുടെ മോനാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വായനയൊക്കെ നടത്തുകയും അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായി കേട്ടോ. പിന്നെ കുഞ്ഞായിട്ട് ഒത്തിരി തിരക്കിനകത്ത് നിൽക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വിജയമാമൻ്റെ ഹോട്ടലിൽ തന്നെയാണ് വന്നത്.